സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യ വിതരണങ്ങൾ എന്നിവ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. വീണ്ടും അടുത്ത ഘട്ട തുക വിതരണം ആരംഭിക്കുന്നു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ 2000 രൂപ വീതം മുടങ്ങാതെ 4000 വീതം ലഭിച്ച ഗുണഭോക്താക്കൾക്കാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത്. 2026 മെയ് മാസം മുതലാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത്. ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയാണ് സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തത്. വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറപ്പെടുന്നതായിരിക്കും. ഇതിനോടകം തന്നെ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ച കൊണ്ട് വിതരണം പൂർത്തിയാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തപ്പോൾ 8 ലക്ഷത്തോളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുക മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർക്കുള്ള ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക വിതരണം ഇന്നു മുതൽ സജീവമാകും. ഇതോടൊപ്പം തന്നെ വിധവാ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലെ 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 500 മുതൽ 1000 രൂപ വരെയുള്ള 2 മാസത്തിലെ കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും. 2026 മെയ് മാസം മുതൽ പെൻഷനിൽ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും. തുക നിശ്ചിത നിരക്കിലേക്ക് ഉയർത്തി വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമല്ല മുന്നണികൾ നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് മെയ് മാസം മുതൽ 3000 രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. വരാൻ പോകുന്ന 5 വർഷക്കാലത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ ഒരു നിരക്കിൽ തന്നെയാകും തുക വിതരണം നടത്തുക. അടിസ്ഥാന പെൻഷൻ എന്ന നിരക്കിലാണ് 3000 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. 3000 രൂപയുടെ വിതരണം 5 വർഷക്കാലത്തേക്ക് തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ് മുന്നണികൾ നടത്തിയിരിക്കുന്നത്. മെയ് മാസം അവസാനിക്കുന്നതോടുകൂടി ഗുണഭോക്താക്കൾക്ക് എല്ലാ വർഷവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം കൂടി വരും. ഇത് സംബന്ധിച്ചുള്ള തീയതി അറിയിപ്പുകൾ മെയ് മാസത്തിന് ശേഷം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ലാത്ത പെൻഷന് അർഹതപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ മെയ് മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായി അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തി ഒഴിവാക്കുന്ന നടപടി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും മാസങ്ങളിൽ ആരംഭിക്കും. 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ, ഗവൺമെന്റ് ജോലിയുള്ളവർ, മറ്റ് പെൻഷനുകൾ കൈപ്പറ്റുന്നവർ, സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവർ, ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് എന്നിവ നടത്തിയിട്ടുള്ള വീടുകൾ, വാർത്ത കെട്ടിടമുള്ളവർ, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ തുടങ്ങിയ ആളുകളൊന്നും പെൻഷൻ പട്ടികയിൽ നിലനിൽക്കാൻ അർഹരല്ല. ഇങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. നിലവിൽ പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് 3000 രൂപ വീതം തന്നെ എത്തിച്ചേരും. ഇത്തരത്തിൽ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾ സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി തന്നെ സമർപ്പിക്കേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് കൂടി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇവർക്കുള്ള പെൻഷൻ ഉറപ്പാവുക തന്നെ ചെയ്യും. അമ്മമാർക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ ഏപ്രിൽ മാസത്തിലെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. അപേക്ഷ വെച്ചതിലെ പിഴവുകൾ മൂലം 81,000-ഓളം വരുന്ന ആളുകളുടെ അപേക്ഷ മടങ്ങിയിട്ടുണ്ട്. ഇവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അപേക്ഷ കൃത്യമായി തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കുക. തുക മുടങ്ങിയിട്ടുള്ളവർക്ക് മുടങ്ങിയ തുകയടക്കം എത്തിച്ചേരും. അർഹതപ്പെട്ട പുതിയ ആളുകളുടെ അപേക്ഷകൾ കൂടി സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.